സാബു അബ്രഹാം എന്ന കരുത്തനായ നേതാവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകുമ്പോൾ കാസർഗോഡിന്റെ വികസനത്തിന് അത് ഗതിവേഗം കൂട്ടുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. സന്തുഷ്ട ഗ്രാമം മുതൽ റൈസിംഗ് കാസർഗോഡ് വ്യവസായ ഹബ്ബ് വരെയുള്ള 82 പ്രകടന പത്രികയുമായാണ് ഇത്തവണ ഇടതുമുന്നണി ജില്ലയിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കുവാനുള്ള നയപരിപാടികൾക്കായിരിക്കും സാബു അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രാമുഖ്യം നൽകുക. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാബു അബ്രഹാമിനെ ഉയർത്തിക്കാട്ടിയായിരുന്നു LDFന്റെ പ്രചരണം. പാർട്ടിയിലെ കരുത്തനായ നേതാവും ജനകീയനുമായ സാബു അബ്രഹാമിൽ LDFന് അത്രയേറെ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായിരുന്നു. വോട്ടർമാർ കൂടി ആ വിശ്വാസം കാത്തതോടെ സാബു അബ്രഹാം കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്നും വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിച്ച് ഇടതുമുന്നണി ജില്ലാ പഞ്ചായത്തിൽ തുടർച്ചയുണ്ടാക്കുകയും ചെയ്തു. 18 അംഗ ഭരണസമിതിയിൽ LDFന് 9 UDFന് 8 അംഗങ്ങളാണുള്ളത്. NDAക്ക് 1. കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്നും 7380 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സാബു അബ്രഹാം UDFിലെ കൂക്കൾ ബാലകൃഷ്ണനെ പരാജയപ്പെടുത്തിയത്. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ എളേരി ഡിവിഷനിൽ നിന്നും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി പ്രാദേശിക സർക്കാർ ഭരണത്തിൽ മുൻപരിചയമുള്ള സാബു അബ്രഹാം എന്ന തൊഴിലാളി നേതാവ് ജില്ലാ പഞ്ചായത്തിന്റെ അമരത്തെത്തുമ്പോൾ കാസർഗോഡിന്റെ വികസനത്തിന് അത് ഗതിവേഗം കൂട്ടുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. നിലവിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU ജില്ലാ ജനറൽ സെക്രട്ടറിയുമാണ് 54കാരനായ സാബു അബ്രഹാം. കേരള ബാങ്ക് ഡയറക്ടറും വെസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായി സഹകാരി എന്ന നിലയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യൂണിയനുകളും നയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിലെ സംഘടനാ മികവും പുതിയ നിയോഗത്തിൽ കരുത്താകുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. സന്തുഷ്ട ഗ്രാമം മുതൽ റൈസിംഗ് കാസർഗോഡ് വ്യവസായ ഹബ്ബ് വരെയുള്ള 82 പ്രകടന പത്രികയുമായാണ് ഇത്തവണ ഇടതുമുന്നണി ജില്ലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കുവാനുള്ള നയപരിപാടികൾക്കായിരിക്കും സാബു അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രാമുഖ്യം നൽകുക. പെരിയ ഡിവിഷനിൽ നിന്നും വിജയിച്ച CPIയിലെ KK സോയ, കള്ളാർ ഡിവിഷനിൽ നിന്നും വിജയിച്ച കേരള കോൺഗ്രസ് പ്രതിനിധി റീന തോമസ് എന്നിവരുടെ പേരുകളാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുള്ളത്. ഇതിൽ CPI പ്രതിനിധിക്കാണ് കൂടുതൽ സാധ്യത. ചില ഡിവിഷനുകളിൽ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട UDFന് ജില്ലാ പഞ്ചായത്ത് ഭരണപ്രതീക്ഷ നഷ്ടപ്പെടുകയായിരുന്നു. കടുത്ത മത്സരം നടന്ന ബേക്കൽ ഡിവിഷനിലും പുത്തികെ ഡിവിഷനിലും റീകൗണ്ടിംഗ് നടത്തുകയുണ്ടായി. എന്നാൽ ഫലത്തിൽ മാറ്റമൊന്നുമുണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.